നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 27-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 20-ാം തീയതിയാണ്. സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വ്യാഴാഴ്ച ദിവസം രാവിലെ 6:19 സൂര്യൻ ഉദിച്ചു വരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതഗ്രഹണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്ന സമയം വ്യാഴാഴ്ച ദിവസം രാവിലെ 6:19. തുടർന്ന് ത്രയോദശി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി സൂര്യദേവൻ യാത്ര ചെയ്ത് അസ്തമിക്കുന്ന സമയം വൈകുന്നേരം 6:28. അപ്പോൾ ഇങ്ങനെയാണ് ഉദയവും അസ്തമയത്തെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം രാവിലെ 6:19 തിരുവനന്തപുരത്തെ ഉദയസമയം, വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തെ അസ്തമയ സമയം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദേവൻ നിലാവുള്ള രാത്രിയുമായിട്ട് കടന്നു വരുന്നു. ചന്ദ്രദേവന് പക്ഷബലമുള്ള സമയമാണിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ പൂർണിമ തിഥിയിലേക്കാണ് ചന്ദ്രദേവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് പൂർണിമ തിഥി വന്നു ചേരും. 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണിമ ത്രയോദശി കഴിഞ്ഞാൽ പിന്നെ ചതുർദശി പിന്നെ പൂർണിമയാണ്. ഞാനിപ്പോൾ പറയുന്നതനുസരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പൂർണിമ തിഥിയിലേക്ക് ചന്ദ്രൻ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിലാവുള്ള ഒരു രാത്രിയെ പ്രകൃതിക്ക് സമ്മാനിക്കുവാൻ വേണ്ടി പൂർണ്ണചന്ദ്രനായിട്ട് നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് ചന്ദ്രദേവൻ കടന്നു വരുന്നു. ഇപ്പോൾ ത്രയോദശി തിഥിയിൽ കൂടിയാണ് യാത്ര തുടരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ സൂര്യദേവൻ തിരുവനന്തപുരത്തിലെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം വ്യാഴാഴ്ച ദിവസം രാവിലെ ഉദയാൽപരം നക്ഷത്രമായിട്ട് നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാവിലെ 9:59. അപ്പോൾ അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരനക്ഷത്രപ്രകാരമാണ് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുപ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:26 വരെ പൂരം നക്ഷത്രമായതുകൊണ്ട് പൂരം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ, ധനപരമായ നേട്ടങ്ങളെല്ലാം വന്നു ചേരും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവർ അത് കേട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ പറയുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 കൊണ്ട് പൂരം നക്ഷത്രം അവസാനിച്ച് ഉത്രം നക്ഷത്രമാണ് വരിക. അപ്പോൾ ഉത്രം നക്ഷത്രപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറയുന്നത്. പൂരം നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:26 വരെ 27 നക്ഷത്ര ജാതകരും വന്നു ചേരും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ പൂരം നക്ഷത്രപ്രകാരമുള്ള അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസത്തെ വീഡിയോ കേൾക്കുക. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:26 മുതൽ ഉത്രം നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തര നക്ഷത്രം 1-ാം പാദ സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:26 വരെ ആണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച വൈകുന്നേരം 6:26 കഴിഞ്ഞാൽ ഉത്രം മുക്കാൽ സമയം ആരംഭിക്കുകയാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാലാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വ്യാഴാഴ്ച 12:26 മുതൽ ഉത്തര നക്ഷത്രമാണല്ലോ. ഉത്തര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങൾ, അത് 1-ാം പാദമായിക്കോട്ടെ 4-ാം പാദമായിക്കോട്ടെ ഉത്തര നക്ഷത്രമാണല്ലോ. അതുപ്രകാരമുള്ള അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഉത്തര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം, ഈ 7 നാളുകാർ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം, പൂയം, തിരുവാതിര എന്നീ 3 നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ 3 നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 മുതൽ ഉത്തര നക്ഷത്രപ്രകാരം, ഉത്തര നക്ഷത്രം
വെള്ളിയാഴ്ച വരെ ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച വരെയും പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാനുള്ള ശുഭസമയം രാവിലെ 6:19 മുതൽ 9:19 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:49 മുതൽ ഉച്ചകഴിഞ്ഞ് 1:49 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും അനുകൂലമായ നാളുകാരൊക്കെ ഈ ദിവസം തന്നെ വേണം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നവരും അവരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ഒഴിച്ചും കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും ഈ സമയത്ത് ചെയ്യണം. അതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 10 ഒറ്റസംഖ്യയാക്കുമ്പോൾ ഒന്നൊരു ഏതൊരു മാസത്തിൽ 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് സംഖ്യാജ്യോതിഷപ്രകാരം പറഞ്ഞു തരുന്നത്. സംഖ്യാജ്യോതിഷം ഇങ്ങനെ പറയുന്നു: മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇനി പറയുന്ന കാര്യം, ഈ വ്യാഴാഴ്ച ദിവസം ധനനേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര പൊരുത്തം വെച്ച് ഈ വ്യാഴാഴ്ച ദിവസം ധനപരമായ നേട്ടം, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 മുതൽ ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രം നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 ആരംഭിക്കുന്നു. 12:26 വരെ പൂര നക്ഷത്രമാണ്. അപ്പോൾ പൂര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ അത് കേൾക്കുക. അപ്പോൾ ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി, ബുധനാഴ്ച രാവിലെ 9:59 മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 വരെയാണ് പൂര നക്ഷത്രം. പൂര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ബുധനാഴ്ച ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 മുതൽ ഉത്തര നക്ഷത്രം വന്നു ചേരുന്നു. ആ ഉത്തര നക്ഷത്രപ്രകാരമുള്ള ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഉത്തര നക്ഷത്രപ്രകാരം പൂരം, കേട്ട, ചോതി, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒട്ടേറെ ഗുണങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ധനപരമായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ധനം കിട്ടുകയല്ല, നമ്മളുടെ ആ ദൈനംദിന ജീവിതത്തിൽ ധനമൊക്കെ കൈകാര്യം ചെയ്താൽ വിജയിക്കും. പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ധനപരമായ നഷ്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഒരു ധനപരമായ വിഷയത്തിൽ ഇടപെട്ടാൽ അവിടെ ശത്രുത ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ അവർക്ക് ഞാൻ പറഞ്ഞിരുന്ന ശുഭസമയങ്ങളിലൊക്കെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു പരാജയവും വരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു വർധനവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മേടിച്ചാൽ കൊടുക്കാൻ പറ്റും. പലർക്കും മേടിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് വലിയൊരു വിഷയം. ചോദിച്ചാൽ ചില സമയത്ത് കിട്ടത്തുമില്ല. അപ്പോൾ ഇങ്ങനെ അനുകൂലമായ ദിവസങ്ങളിലാണ് ധനപരമായ നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ധനപരമായിട്ടുള്ള നഷ്ടം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ധനപരമായിട്ട് ആരുമായിട്ട് ഇടപെട്ടാലും അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം പൂരം, കേട്ട, ചോതി, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നല്ല ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പം ചിലരൊക്കെ ചില ആവശ്യത്തിന് ആദ്യമായിട്ടൊരു ചിട്ടി കൂടുകയാണ്. ചിട്ടി കൂടുമ്പോൾ അനുകൂലമായ ദിവസത്തിൽ തന്നെ ചിട്ടി കൂടുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ശുഭസമയത്ത് തന്നെ ആ ചിട്ടി പൈസ അവിടെ അടയ്ക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ ചിട്ടി കൂടിയിട്ട് പിന്നെ മുടങ്ങിപ്പോകും. അല്ലെങ്കിൽ 1-2 തവണ കഴിഞ്ഞ് ചിട്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അവർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്ര വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക.
ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 12:26 മുതൽ ഉത്തര നക്ഷത്രപ്രകാരം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ: ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരം 2 പാദം നാളുകാർക്കുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യദേവത ആരെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് കിട്ടും. ഈ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് കിട്ടുന്നത്. ഈ നാളിൽ ഒരു നക്ഷത്രത്തിൽ തന്നെ കേരളത്തിലെ ജനസംഖ്യ പ്രകാരം 10 ലക്ഷത്തിലധികം ജാതകരുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നായിരിക്കും കിട്ടുക എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നു. ഒരു കാര്യം പറയുമ്പോൾ, ഒരാളോടൊരു കാര്യം പറയുമ്പോൾ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് പലർക്കും അവർക്ക് ധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പലരും വീഡിയോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണം ഇന്ന് രാത്രി കഴിച്ചാൽ നാളെ നിങ്ങളുടെ ഷുഗർ മാറും. ആ ഒരു തലക്കെട്ടോടുകൂടി വീഡിയോ ഇടുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കാണും. പക്ഷേങ്കിൽ ഭക്ഷണം ഏതാണെന്നുള്ളത് അതിനകത്ത് കാണത്തില്ല. പലതും പറഞ്ഞ് ആ വീഡിയോ അങ്ങ് പോകും. പക്ഷേങ്കിൽ ആൾക്കാർക്ക് ഏത് ഭക്ഷണമാണെന്നുള്ളത് അവസാനം അറിയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് പോകും. അത് ആൾക്കാർ ചാടി വീഴും. കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗവും ആൾക്കാരും ഷുഗർ രോഗികളാണ്. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകരുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ലക്ഷക്കണക്കിന് ടിക്കറ്റ് അടിച്ച് വിൽക്കുന്നു. ലോട്ടറി തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്, അവരും ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടുകൂടി ലോട്ടറി എടുത്താൽ അടിക്കണമെന്നില്ല. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നായിരിക്കും അടിക്കുക. കാരണം ലക്ഷക്കണക്കിന് ടിക്കറ്റ് അടിച്ച് വിൽക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ 1000 പേർക്കായിരിക്കും സമ്മാനം കിട്ടുക. അപ്പോൾ 1000 പേര് സമ്മാനം വാങ്ങിക്കണമെങ്കിൽ ഈ ഇടവക്കൂറ്, കർക്കിടകക്കൂറ് അങ്ങനെ 5 കൂറിൽപ്പെട്ട 50 ലക്ഷത്തിലധികം ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി വേണം ടിക്കറ്റ് എടുക്കുവാൻ. ആ ബോധ്യത്തോടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ടിക്കറ്റ് അടിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ പഴി പറയരുത്. ഞാനുള്ള കാര്യം ഉള്ളതുപോലെയാണ് പറയുന്നത്. അപ്പം അല്ലാതെ ഞാൻ 40 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും കോടീശ്വരന്മാരാകുമെന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 വർഷം കൊണ്ട് 1 കോടിയിലധികം കോടീശ്വരന്മാരുണ്ടാകുന്നത്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ജനസംഖ്യയെ ആശ്രയിച്ച് പറയുമ്പോൾ ഒരു നക്ഷത്രം, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ളപ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ വർഷം വ്യാഴത്തിൻ്റെ മാറ്റവും രാഹുവിൻ്റെ മാറ്റവും ഒക്കെ കൊണ്ട് കോടീശ്വരന്മാരാകും, ഉറപ്പുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ കോടീശ്വരന്മാരായില്ലെങ്കിൽ പോലും വടക്കേന്ത്യയിലുള്ള വ്യാപാര വ്യവസായ മേഖലയിലുള്ള ആൾക്കാരൊക്കെ കോടിക്കണക്കിന് രൂപ അവർക്ക് ഒരു വർഷം വിറ്റുവരെ ഉണ്ടായി അവർ കോടീശ്വരന്മാരാകും. അത് സത്യമായിട്ട് കാര്യമാണ്. അല്ലാതെ 10 ദിവസം കൊണ്ടും നാളെ ഒരു ദിവസം കൊണ്ടും നിങ്ങൾ കോടീശ്വരന്മാരാകുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് അതിനുള്ള വ്യൂവേഴ്സും വേണ്ട. നമ്മളെന്തിനാ ചുമ്മാതെ പറയുന്നത്? ജ്യോതിഷം സത്യമാണ്, അതുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി എന്നോട് സഹകരിക്കുക. ഇനിയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പോൾ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് പേർക്ക് നേട്ടമുണ്ട്, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായി സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട മകം നാളുകാർക്ക് അത്ര നല്ലതല്ല. കാരണം ചിലർക്കൊക്കെ ദശാകാലത്തിന് നേട്ടം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ദശാകാലത്തിൻ്റെ ദോഷം അനുഭവിക്കുന്നവർക്ക് വളരെ മോശമായ സമയമായിരിക്കും. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ പറയും, ചുമ്മാ പറയാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ ആ ആൾ മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. മകനക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം പേരുണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് ദശാകാലം മോശമാണെങ്കിൽ അവർക്ക് ഇപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യനാൽ അവർക്ക് മോശമാണ്. അതങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് അങ്ങനെ ദോഷം സംഭവിക്കാം. അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പൂരം നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാം. അതുപോലെ ഉത്തരം കാലിനും ഉണ്ടാകാം. അത് എന്തായാലും ഈ വ്യാഴാഴ്ച കൊണ്ട് ആ പ്രശ്നം അങ്ങ് തീരുമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടാണ്. മറ്റ് രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ 12 ഭാവത്തിൽ ഒരു ഭാവം മാത്രമാണ് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ 12-ൽ ശനി നിൽക്കുന്നു. അവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനായി സൂര്യനും 12 നിൽക്കുന്നു. അത് അവർക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച്
ഒരുപാട് കാര്യങ്ങളിൽ നേട്ടമുണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം 11-ാം ഭാവത്തിലാണ് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത്. ഒരുപാട് ഗ്രഹങ്ങൾ ആ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ പുഷ്ടി ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മിഥുനക്കുറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഭാഗ്യം കൊണ്ട് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതൊക്കെ ഭാഗ്യക്കേടായി മാറുവാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര നേട്ടം വന്നു ചേരാത്ത ഒരു സമയമാണെന്നുള്ളതാണ് ഒരു വിഷയം. പ്രത്യേകിച്ച് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനും മാതാവിന് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് സാഹചര്യവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നു പോകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 6:26 വരെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വൃശ്ചികക്കൂറുകാർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരിപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 6:26 വരെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ആ ചന്ദ്രൻ ദോഷം ചെയ്യും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 6:26 അതൊക്കെ മാറും. ധനപരമായ നേട്ടം 5-ൽ നിൽക്കുന്ന ഈ ജാതകരെ സംബന്ധിച്ച് 5-ൽ നിൽക്കുന്ന വ്യാഴമാണ് കൊടുക്കുന്നത്. വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ വന്ന് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലോട്ടറി ഭാഗ്യവും ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ് ഈ മകരക്കുറുകാർക്കുള്ള നേട്ടം. ഇനി കുംഭക്കുറുകാരെ സംബന്ധിച്ച് 4-ൽ വ്യാഴം 7-ൽ ചന്ദ്രൻ, അവർക്ക് ലോട്ടറി ഭാഗ്യവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു അനുഭവം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മീനക്കുറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവർ പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.